ICC T20 ലോകകപ്പിൽ ഇന്ന് ശ്രീലങ്ക ന്യൂസിലൻഡിനോട് പരാജയപ്പെട്ടു. അങ്ങനെ ശ്രീലങ്ക ലോകകപ്പിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. 84 റൺസിന് 6 വിക്കറ്റ് എന്ന നിലയിലേക്ക് ന്യൂസിലൻഡിനെ തള്ളിവിട്ട ശ്രീലങ്ക അതിനുശേഷം ന്യൂസിലൻഡിന്റെ മിച്ചൽ സാന്ത്നർ നിന്ന ചെറുത്തുനിൽപ്പിലൂടെയാണ് 168 എന്ന ഒരു സ്കോറിലേക്ക് ന്യൂസിലൻഡ് എത്തിയത്. അതിനുശേഷം ബാറ്റിങ്ങിന് ഇറങ്ങിയ ശ്രീലങ്ക വൻ തകർച്ചയാണ് നേരിട്ടത്. ആദ്യ പന്തിൽ തന്നെ പതുങ്ക പുറത്താകുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ ഏകദേശം കളിയുടെ ഒരു ഗതി മനസ്സിലായി. ശ്രീലങ്ക ഏതറ്റം വരെ പോകുമെന്നുള്ളത് മാത്രമായിരുന്നു പിന്നീടുള്ള ഒരു ചിന്ത. പക്ഷേ എന്തായാലും അത് 108 എന്ന സ്കോർ വരെ എത്തിയുള്ളൂ 20 ഓവർ ആയപ്പോഴത്തേക്കും. അങ്ങനെ ചേസ് ചെയ്യാൻ പറ്റാതെ ശ്രീലങ്ക പുറത്തായിരിക്കുകയാണ്. അപ്പം ഇനി വരുന്ന ദിവസങ്ങളിൽ നാളെ ഇന്ത്യ സിംബാബ്വെ മാച്ചുണ്ട്. അത് വളരെ നിർണായകമായ ഒരു മത്സരമാണ് ഇന്ത്യക്കും സിംബാബ്വെക്കും. നമ്മളെപ്പോഴും ഇന്ത്യൻ സൈഡ് മാത്രമാണ് പറയുന്നത്, സിംബാബ്വൻ സൈഡും കൂടെ പറയണം എന്നെനിക്ക് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ ഈ കുറച്ചുകൂടെ മുൻതൂക്കമുള്ളത് ഇന്ത്യക്കാണ്. ഇനി വരുന്ന 2 കളികളും ഇന്ത്യ ജയിച്ചാൽ മാത്രമേ ഉള്ളൂ ഇന്ത്യക്ക് എന്തെങ്കിലും സാധ്യതയുള്ളൂ. അതും നേരിയ സാധ്യത മാത്രമല്ല, ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് മത്സരം നടക്കാൻ പോവുകയാണ്. ആ ഒരു മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിക്കണം. അങ്ങനെയൊക്കെ വരുമ്പോഴേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് കണക്കിലെ കളികൾ നമുക്ക് പിന്നെ ഭാഗ്യവും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ കയറിപ്പോകും. കാരണം റൺ റേറ്റിന്റെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ വെസ്റ്റ് ഇൻഡീസ് കുറേ മുന്നിലാണ്. തൊട്ട് താഴെ ദക്ഷിണാഫ്രിക്ക, പിന്നീടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇന്ത്യ. കാരണം സൂപ്പർ 8ലെ ആദ്യത്തെ പോരാട്ടത്തിൽ തന്നെ ദക്ഷിണാഫ്രിക്കയോട് കനത്ത തോൽവി ഇന്ത്യ ഏറ്റുവാങ്ങിയിരുന്നു. എന്തായാലും നാളത്തെ മത്സരം വളരെ വളരെ നിർണായകമാണ്. എന്തും സംഭവിക്കാം. ഇന്ത്യ തോറ്റു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നടക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം പിന്നെ ഒരു മത്സരം വെറുതെ കളിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം കണക്കിലെ കളികളാണെങ്കിൽ പോലും അത്രയ്ക്ക് സാധ്യത വളരെ നേരിയ സാധ്യതയാണ്. ആ നേരിയ സാധ്യത പിടിച്ചു വേണം ഇന്ത്യ കയറി വരാൻ വേണ്ടി. അതും ഈ വളരെ മികച്ച രീതിയിൽ നല്ല റൺ റേറ്റോട് കൂടി 2 കളിയും ജയിക്കുകയും വേണം. പറഞ്ഞതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിക്കുകയും വേണം. അവിടെയൊക്കെ കണക്കിന്റെ കളികളുണ്ട്. എന്തായാലും ആവേശകരമായ പോരാട്ടമാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് ആലോചിക്കാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു മത്സരത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇന്ത്യ എന്തായാലും ഇത്തവണ കപ്പടിക്കുമോ എന്നുള്ളത് നമുക്ക് കാണാം. കാരണം കുറേ വീക്ക് പോയിന്റ്സ് ഉണ്ട് ഇന്ത്യക്ക്. ആ വീക്ക് പോയിന്റ്സ് എല്ലാം എതിർകക്ഷികൾ അല്ലെങ്കിൽ എതിർ ടീമുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം പാർട്ട് ടൈം ബോളേഴ്സിനെ വരെ വെച്ച് അവർ എറിഞ്ഞ് ഇന്ത്യയുടെ വിക്കറ്റുകൾ വീഴ്ത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയ സമയങ്ങളിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കുറേ ടാക്ടിക്സ് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. സഞ്ജു സാംസൺ ടീമിൽ വരാനുള്ള സാധ്യതകളൊക്കെ ടീമുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട് സഞ്ജു സാംസൺ ടീമിൽ വരുന്നു. ടീമിൽ വന്നാൽ മാത്രം പോരാ, അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം തന്നെ എടുക്കണം. കാരണം പുറത്ത് കുറേ അധികം പ്ലേയേഴ്സ് വെയിറ്റിംഗ് ആണ്. ഒരു സ്ഥാനം തെറിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ടീമിലേക്ക് വരാൻ പാടാണ്. അപ്പം എന്തായാലും ഈ വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് ഇനിയും മത്സരങ്ങൾ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് നന്നായിട്ട് വിനിയോഗിക്കണം. എന്തായാലും ഇന്ത്യയുടെ വിജയത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ബൈ.